ഹായ് ഓൾ, ഞാൻ ഈ വീഡിയോയിൽ 3 ഇയേഴ്സിന് വേണ്ടി ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ലോക്സഭ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഈ ടോപ്പിക്കിലെ വീഡിയോയാണ് ചെയ്യുന്നത്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ. ആദ്യത്തെ പോയിന്റ്, ദി ഓഫീസസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഈ ആക്ടിന് പറയുന്ന പേരാണ് മൊണ്ടേക്ക് ചെൽംസ്ഫോർഡ് റിഫോംസ്. ഇപ്പോൾ അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഓഫീസസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ലോക്സഭയുടെ ഫസ്റ്റ് സ്പീക്കർ GV മൗലാങ്കർ ആണ്. അതുപോലെ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ എന്ന് പറയുന്നത് ആനന്ദ് സയനം അയ്യങ്കാർ ആണ്. അടുത്തത്, സ്പീക്കർ ഈസ് കൺസിഡേർഡ് ആസ് ദ ട്രൂ ഗാർഡിയൻ ഓഫ് ട്രഡീഷൻസ് ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി. അപ്പം പാർലമെൻ്ററി ഡെമോക്രസിയുടെ ട്രഡീഷൻസിൻ്റെ ട്രൂ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത് സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. സ്പീക്കർ ഡസൻ വെക്കേറ്റ് ഹിസ് ഓർ ഹെർ ഓഫീസ് ഇമ്മീഡിയറ്റ്ലി വെൻ എവർ ദി ലോക്സഭ ഈസ് ഡിസോൾവ്ഡ്. അപ്പോൾ ലോക്സഭ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പീക്കർ വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് കണ്ടിന്യൂസ് ടിൽ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി ന്യൂലി ഇലക്റ്റഡ് ലോക്സഭ. പുതുതായി ഇലക്ട് ചെയ്ത ലോക്സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് വരെ പഴയ ലോക്സഭ സ്പീക്കറിന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. When the Lok Sabha is dissolved, the speaker ceases to be a member of the house, but he or she doesn't vacate his or her office. However, he or she has to vacate his office in any of the following 3 cases. First one, if he or she ceases to be a member of Lok Sabha. Next, if he or she resigns by writing to the deputy speaker. Then if he or she is removed by a resolution passed in the Lok Sabha. And the Lok Sabha speaker is also eligible for re-election. അപ്പം ഒന്ന് ലോക്സഭ മെമ്പർ അല്ലാതെ ആകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലോക്സഭ സ്പീക്കർ റെസിഗ്നേഷൻ ലെറ്റർ ഡെപ്യൂട്ടി സ്പീക്കറിന് കൊടുക്കുന്നു. അതും അല്ലെങ്കിൽ ലോക്സഭയിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുവാണ് സ്പീക്കറെ മാറ്റാനായിട്ട്. ഈ 3 സാഹചര്യത്തിലാണ് ലോക്സഭ സ്പീക്കർ വെക്കേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ലോക്സഭ സ്പീക്കർക്ക് റീഇലക്ഷന് എലിജിബിൾ ആണ്. അടുത്ത റെസിഗ്നേഷൻ. ആർക്കാണ് ലോക്സഭ സ്പീക്കർ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്? സ്പീക്കർ മേ അറ്റ് എനി ടൈം റിസൈൻ ഫ്രം ഓഫീസ് ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഓർ ഹെർ ഹാൻഡ് ടു ദി ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറിനാണ് റെസിഗ്നേഷൻ ലെറ്റർ കൈമാറുന്നത്. അതുപോലെ സ്പീക്കർ ക്യാൻ ബി റിമൂവ്ഡ് ഇഫ് എ റെസൊല്യൂഷൻ ഇസ് പാസ്ഡ് ബൈ ദ മജോറിറ്റി ഓഫ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭ. ദാറ്റ് ഈസ് ബൈ അബ്സല്യൂട്ട് മജോറിറ്റി ആൻഡ് നോട്ട് ബൈ ഓർഡിനറി മജോറിറ്റി. അപ്പോൾ അബ്സല്യൂട്ട് മജോറിറ്റി ആണെങ്കിലാണ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റെസൊല്യൂഷൻ പാസ് ചെയ്യണം മജോറിറ്റി ഓഫ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കമ്പൽസറി ടു ഗീവ് എ മിനിമം ഓഫ് 14 days അഡ്വാൻസ് നോട്ടീസ് ഓഫ് ദി ഇൻറ്റൻഷൻ ടു മൂവ് ദി റെസൊല്യൂഷൻ. അപ്പോൾ റെസൊല്യൂഷൻ ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻറ്റൻഷൻ ഒരു നോട്ടീസായിട്ട് 14 days മുന്നേ, മിനിമം 40 days മുന്നേ എങ്കിലും കൊടുത്തിട്ടുണ്ടാകണം. അടുത്തത്, ദി മോഷൻ ഓഫ് റിമൂവൽ ക്യാൻ ബി കൺസിഡേർഡ് ആൻഡ് ഡിസ്കസ്ഡ് ഓൺലി വെൻ ഇറ്റ് ഹാസ് ദ സപ്പോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 50 members ഓഫ് ദ ഹൗസ്. അപ്പോൾ ഹൗസിലെ അറ്റ്ലീസ്റ്റ് 50 members സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു റിമൂവൽ ഓഫ് ലോക്സഭ സ്പീക്കർ കൺസിഡർ ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ വെൻ എ റെസൊല്യൂഷൻ ഫോർ റിമൂവൽ ഓഫ് ദ സ്പീക്കർ ഈസ് അണ്ടർ കൺസിഡറേഷൻ ഓഫ് ദ ഹൗസ്, he or she cannot preside over the house but can speak and take part in the proceedings of the house. അപ്പോൾ റെസൊല്യൂഷൻ റിമൂവ് ചെയ്യാനുള്ള ഒരു റെസൊല്യൂഷൻ അണ്ടർ ദ കൺസിഡറേഷനിലാണെങ്കിൽ ലോക്സഭ സ്പീക്കർക്ക് പ്രിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, പക്ഷേ സംസാരിക്കാനും അതുപോലെ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാവാനായിട്ടും സാധിക്കും. അടുത്തത്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ സ്പീക്കർ ആണ്. സ്പീക്കർ ഇസ് ദ ഹെഡ് ഓഫ് ദി ലോക്സഭ. ദെൻ ഹി ഓർ ഷീ ഇസ് ദി പ്രിൻസിപ്പൽ spokesperson of the house and his decision in all parliamentary matters is final. അപ്പം സ്പീക്കറിൻ്റെ പവേഴ്സും ഫങ്ഷൻസുമാണ്. ഒന്ന് ഹെഡ് ഓഫ് ദി ലോക്സഭയാണ്, അതുപോലെ പ്രിൻസിപ്പൽ സ്പോക്ക് പേഴ്സൺ ആണ്, അതുപോലെ പാർലമെൻ്ററി മാറ്റേഴ്സിലെ ഫൈനൽ ഡിസിഷനും എടുക്കുന്നത് ലോക്സഭ സ്പീക്കറായിരിക്കും. അതുപോലെ ലോക്സഭ സ്പീക്കർ ഡിറൈവ് ഹിസ് പവർ ഫ്രം 3 sources ആണ്. ഒന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അടുത്ത റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ലോക്സഭ, ദെൻ പാർലമെൻ്ററി കൺവെൻഷൻസ്.
Then primary responsibility of speaker is to maintain the order and decorum in the house for conducting the business and regulating the proceedings. He or she has final power in this matter. അപ്പം 3 സോഴ്സുകളിൽ നിന്നുമാണ് ലോക്സഭ സ്പീക്കർക്ക് അവരുടെ പവർ കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ദ ഓർഡർ ആണ് ആൻഡ് റെഗുലേറ്റിംഗ് ദി പ്രൊസീഡിങ്സ്. അടുത്തത് he is the final interpreter of the provisions of Constitution of India. Then rules of procedures and conduct of business of Loksabha, parliamentary president, and he or she can adjourn the proceedings of a house or suspend the meeting in absence of a quorum. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അതുപോലെ റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് അതുപോലെ കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ലോക്സഭ ദെൻ പാർലമെൻ്ററി പ്രസിഡൻസി ഇതിൻ്റെയൊക്കെ ഫൈനൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് സ്പീക്കറാണ്. അതുപോലെ തന്നെ ഹൗസിലെ പ്രൊസീഡിങ്സ് അഡ്ജോൺ ചെയ്യാനുള്ള അധികാരവും ലോക്സഭ സ്പീക്കർക്കാണ്. ദെൻ he or she doesn't vote in the first instance but he can exercise a casting vote in the case of a tie. അപ്പോൾ ഒരു ടൈ വന്നു കഴിഞ്ഞാൽ ലോക്സഭ സ്പീക്കർക്ക് വോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സ്പീക്കർ പ്രിസൈഡ്സ് ഓവർ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. 2 ഹൗസസിൻ്റെയും ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വന്നാൽ പ്രിസൈഡ് ചെയ്യുന്നത് സ്പീക്കർ ആയിരിക്കും. ആൻഡ് ദി പ്രസിഡൻറ്റ് summons a joint sitting to resolve a deadlock between Loksabha and Rajya on the matters of bill. അപ്പോൾ ഒരു ബില്ലിൻ്റെ മാറ്ററിൽ ലോക്സഭയും രാജ്യസഭയും തമ്മിൽ ഒരു ഡെഡ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാനായിട്ടാണ് ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുന്നത്. ആരാണ്? പ്രസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ സ്പീക്കർ ക്യാൻ അലോ ഫോർ എ സീക്രട്ട് സിറ്റിംഗ് ഓഫ് ദ ഹൗസ് അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി ലീഡർ ഓഫ് ദി ഹൗസ്. അടുത്തത് he can decide whether the bill is a money bill or not and his or her decision on this matter is final. അപ്പോൾ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അത് മണി ബില്ലാണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. അതുപോലെ തന്നെ സ്പീക്കർ ഇസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി ഇന്ത്യൻ പാർലമെൻ്ററി ഗ്രൂപ്പ് സെറ്റപ്പ് ഇൻ 1949. And also speaker is the ex officio chairman of the conference of presiding officers of legislative bodies in the country. അടുത്തത് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ. ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു ദി സ്പീക്കർ. അപ്പോൾ സ്പീക്കറിൻ്റെ സബോർഡിനേറ്റ് അല്ല ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. ആൻഡ് ഹി ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ദി ഹൗസ്. ആൻഡ് വൺ സ്പെഷ്യൽ പ്രിവിലേജ് എന്ന് പറയുന്നത് വെൻ എവർ ദി ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് അപ്പോയിൻറ്റഡ് ആസ് എ മെമ്പർ ഓഫ് എ പാർലമെൻ്ററി കമ്മിറ്റി he or she automatically become the its chairman. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർലമെൻ്ററി കമ്മിറ്റിയുടെ മെമ്പറായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ഓട്ടോമാറ്റിക്കലി എന്താവും? അതിൻ്റെ ചെയർമാനായിട്ട് മാറും. അടുത്തത് വെൻ ദി സ്പീക്കർ ഈസ് പ്രിസൈഡിങ് ഓവർ ദി ഹൗസ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് ലൈക്ക് എനി അതർ ഓർഡിനറി മെമ്പർ ഓഫ് ദി ഹൗസ്. എന്നാൽ സ്പീക്കർ ഹൗസ് പ്രിസൈഡ് ചെയ്യുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ എന്താണ്? ഒരു ഹൗസിലെ ഒരു ഓർഡിനറി മെമ്പർ എന്നായിട്ടുള്ള രീതി തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഹി ക്യാൻ സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദി പ്രൊസീഡിങ്സ് ആൻഡ് വോട്ട് ഓൺ എനി ക്വസ്റ്റ്യൻ ബിഫോർ ദി ഹൗസ്. ആൻഡ് ദി സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ ആർ ഫിക്സ്ഡ് ബൈ ദി പാർലമെൻറ്റ് ആൻഡ് ആർ ചാർജ്ഡ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ. ഫസ്റ്റ് ഹി ക്യാൻ പെർഫോം ദി ഡ്യൂട്ടീസ് ഓഫ് ദ സ്പീക്കേഴ്സ് ഓഫീസ് വെൻ ഇറ്റ് ഈസ് വേക്കൻറ്റ്. അപ്പോൾ വേക്കൻ്റ് ആയി കിടക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കറിൻ്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഹി ക്യാൻ ആക്ട്സ് ആസ് ദ സ്പീക്കർ വെൻ ദി ലാറ്റർ ഈസ് ആബ്സെൻറ്റ് ഫ്രം ദി സിറ്റിംഗ് ഓഫ് ദ ഹൗസ്. സിറ്റിംഗ് ഓഫ് ദ ഹൗസിൻ്റെ ടൈമിൽ സ്പീക്കർ ആബ്സെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? സ്പീക്കറായിട്ട് ആക്ട് ചെയ്യാൻ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സാധിക്കും. ഈ 2 എബോവ് കേസസിലും ഡെപ്യൂട്ടി സ്പീക്കർ അസ്യൂംസ് ഓൾ ദി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ സ്പീക്കർ. ഇൻ കേസ് ഓഫ് speaker is absent, the deputy speaker can also preside over the joint sitting of the houses of parliament. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറിന് സ്പീക്കർ ആബ്സെൻ്റ് ആയിരിക്കുന്ന സമയത്ത് ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചാൽ അത് പ്രിസൈഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി ഒരു കാര്യം നോക്കാനുള്ളത് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ ഹൗസ് ഈസ് ഡിവൈഡഡ് ഈക്വലി ഓൺ എനി ക്വസ്റ്റ്യൻ ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ ഈസ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട്. അതായത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യത്തിൽ ഹൗസിൽ ഈക്വൽ ആയിട്ടുള്ള 2 അഭിപ്രായങ്ങൾ വന്നു, ആ കേസിൽ സ്പീക്കർക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സച്ച് വോട്ടിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് കാസ്റ്റിംഗ് വോട്ട് ഈസ് ടു റിസോൾവ് എ ഡെഡ് ലോക്ക്. അപ്പോൾ ഒരു ഡെഡ് ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാനുള്ള പർപ്പസാണ് കാസ്റ്റിംഗ് വോട്ടിനുള്ളത്. ഇനി ഫസ്റ്റ് വിമൻ സ്പീക്കർ ഓഫ് ലോക്സഭ എന്നറിയപ്പെടുന്നത് മീര കുമാർ ആണ്. അതുപോലെ തന്നെ
മീര കുമാറാണ് 15th ലോക്സഭ സ്പീക്കർ. സോ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്പീക്കറിൻ്റെയും ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭയുടെ ഫംഗ്ഷൻസും ഡ്യൂട്ടീസുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ 3 ഇയേഴ്സിന് വേണ്ടി ഇനി മോക്ക് ടെസ്റ്റുകൾ എന്തെങ്കിലും ഇടണോ എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്